ഹലോ, ആരാ? ഞാൻ മീരയുടെ ബന്ധുവാണ്. വകയിലുള്ള കുഞ്ഞമ്മയാ. കുഞ്ഞമ്മയോ? ഏത് കുഞ്ഞമ്മ? വടക്കയിലെ കുഞ്ഞമ്മ. ആ, ഇപ്പൊ മനസ്സിലായി. അല്ല, ഇത് രമേശ് അല്ലേ? ആ, രമേശനാണ്. ഗുരുവായൂർ 2 ദിവസം ഭജനിരിക്കാൻ വരുന്നുണ്ടോ? അതിനെന്താ കുഞ്ഞമ്മേ, അതൊരു കുഴപ്പമില്ല. കുഞ്ഞമ്മ ധൈര്യമായിട്ട് പോയൂ. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ആ, ആയിക്കോട്ടെ കുഞ്ഞമ്മേ. മീരയുടെ കുഞ്ഞമ്മയല്ലേ, പാവം ഭജനിരിക്കാൻ വരികയല്ലേ, വരട്ടെ. ഇപ്പം മീരയോട് പറയണ്ട, ജോലി കഴിഞ്ഞ് പോയിട്ട് പറയാം. മീരയ്ക്കൊരു സർപ്രൈസ് ആവും. വീണ്ടും കുഞ്ഞമ്മ കുറെ നേരായി ശല്യം. ഹലോ, എന്താ ഫോൺ എടുക്കാത്ത? നമുക്ക് ചെവിയൊക്കെ ഇല്ലേ? കുഞ്ഞമ്മയ്ക്ക് എന്താ വേണ്ടേ? ഞാൻ ഗുരുവായൂർ അമ്പലത്തില് ഭജനരിക്കാൻ അങ്ങോട്ട് വരികയാണ്. 2 ദിവസം ഉണ്ടാവും അവിടെ. ശല്യം. കുഞ്ഞമ്മേ, ഞങ്ങള് ടൂറ് പോവാ ബാംഗ്ലൂർക്ക്. ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. രമേശൻ പറഞ്ഞൂല അങ്ങോട്ട് വന്നോളാൻ. രമേശ് ഏട്ടൻ അങ്ങനെ പറഞ്ഞു? നിന്നെ കിട്ടാഞ്ഞപ്പോ രമേശന്റെ നമ്പർ തെക്കേടത്തുനിന്ന് മേടിച്ചു വിളിച്ചു. ആണോ? എങ്കിൽ ചിലപ്പോൾ രമേശ് ഏട്ടൻ ടൂറ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ശരി കുഞ്ഞമ്മേ. ഈ രമേശ് ഏട്ടന് എന്തിന്റെ കേടാ? ഈ കുഞ്ഞമ്മനെ പറ്റിയിട്ട് രമേശ് ഏട്ടന് എന്തറിയാം? പണി കിട്ടട്ടെ, അപ്പൊ പഠിച്ചു. ഹലോ മീരക്കുട്ടി, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. നാളെ ആരാ വരുന്നേ? നിന്റെ കുഞ്ഞമ്മ ഗുരുവായൂര് 2 ദിവസം ഭജനിരിക്കാൻ വരുന്നുണ്ട്. സന്തോഷായില്ലേ? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. അതെന്റെ സ്വന്തം കുഞ്ഞമ്മയൊന്നുമല്ല, അതെന്റെ വകയിലുള്ള ഏതോ ഒരു അമ്മാവന്റെ അളിയന്റെ ഭാര്യയാണ്. അവര് ഭയങ്കര പ്രശ്നക്കാരത്തിയാ. നാളെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തുചേട്ടം കൂടുതലാ. അതൊന്നും സാരില്ല, 2 ദിവസമല്ലേ ഉള്ളൂ. സർപ്രൈസ് ആയിട്ടില്ല. കുട്ടിയെ, ആ തെക്കേടത്തെ കുട്ടിയുടെ വീട് എവിടെയാ? തെക്കേടത്തെ കുട്ടിയോ? അതാരാ അമ്മൂമ്മേ? ഞാനെപ്പോഴാ നിന്റെ അമ്മൂമ്മയ്യേ? എനിക്ക് അമ്മൂമ്മ ആവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഓ, ആ മീര ഇല്ലേ, ആ രമേശന്റെ ഭാര്യ, അവരുടെ വീടാ ചോദിച്ചേ? മീര എന്നുള്ളത് ആദ്യമേ കൊണ്ട് പറഞ്ഞ പോരെ, ഇതാ വീടാ. നിനക്ക് ഇത്തിരി കൂടുതലാ, ഞാൻ കാണിച്ചു തരാം. ഓ പിന്നെ എന്താ പറഞ്ഞേ? ഓ, പഠിക്കാണ്ടെന്ന് പറഞ്ഞതാ. പഠിച്ചാ നനക്ക് കൊള്ളാം. ഇതിപ്പോ ആരാ? ഓ, മീരയുടെ വലിയ വീടാണല്ലോ. മീരേ, എടി മീരേ. രമേശ, എടാ രമേശ. ഓ, ദേ കുഞ്ഞമ്മ എത്തി. വന്നപ്പോഴേക്കും കാറി തുടങ്ങി. ആ, കുഞ്ഞമ്മ എത്തിയോ? കേറി വരൂ. നിനക്കിപ്പോഴും ചെവിയൊന്നും കേൾക്കില്ല അല്ലേ? ചോ, എനിക്ക് ചെവി കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം ഉണ്ടാണ്ടിരുന്നതാ. അല്ല, 2 ദിവസത്തേക്ക് എന്തിനാ അത്ര അധികം പാണ്ണക്കെട്ട്? രമേശ, എനിക്ക് ഇത്തിരി പൈസ താ, കുഴമ്പ് മേടിക്കാൻ. ₹50 കൊടുക്കാം. എനിക്കിത് മതി, എനിക്കത് മുഴുവനൊന്നും വേണ്ട. മീരെ, നിന്റെ കുഞ്ഞമ്മ എന്നോട് കുറച്ച് പൈസ കുഴമ്പ് മേടിക്കാൻ ചോദിച്ചു. ഞാനൊരു ₹50 കൊടുക്കാന്നാ വിചാരിച്ചത്. പക്ഷെ എൻ്റെ അടുത്ത് ₹500 തട്ടിപ്പറിച്ചു മേടിച്ചേ. നിങ്ങൾക്ക് അതന്നെ വേണം, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. മീരെ, എന്താ? മീരെ, എന്താ? നീ സുന്ദരി കേട്ടോ. എനിക്കറിയാം. പഴയ മാതിരി റൊമാൻസ് ഒന്നും ഇല്ലല്ലോ ഇപ്പോ. ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക. മീരേ, എൻ്റെ കാലിന് ഭയങ്കര വേദന, ഈ ഇത്തിരി കുഴമ്പ് തേച്ച് താ. ഓ, ഈ കുഞ്ഞമ്മ. ഉച്ചക്കാണ് ഇവരുടെ ഒരു ശൃംഗാരം.
മീരെ, ഇത് ശരിയാവില്ല. 2 ദിവസം ഭജനത്തിന് വന്ന കുഞ്ഞമ്മ ഒരാഴ്ചയായിട്ട് തിരിച്ചു പോയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഇതിന് വഴി കാണണം. എൻ്റെ അടുത്തൊരു വഴിയുണ്ട്. ഒരു പണിയാ നമുക്ക്. എൻ്റെ ജോലിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അത്യാവശ്യമായിട്ട് നമുക്ക് ബാംഗ്ലൂർ പോവാന്ന് പറയാം. കുഞ്ഞമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ എന്തായാലും പേടിയും. അത് നല്ല ഐഡിയ. കുഞ്ഞമ്മ എന്തായാലും ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കില്ല. കുഞ്ഞമ്മേ, ഞങ്ങൾ അർജന്റായിട്ട് ബാംഗ്ലൂർ പോവാണ് ജോലി ആവശ്യത്തിന്. പോണ വഴിക്ക് കുട്ടികളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യും. അയ്യോ, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അല്ല, അതെനിക്കറിയാം. അപ്പൊ എന്താ, കുഞ്ഞമ്മ ഒന്ന് പോവല്ലേ? പോകുമ്പോഴേ താക്കോല് ആ ചവിട്ടിയുടെ അടിയിലിട്ടാ മതി കേട്ടോ. ശരി. കുറെ ദിവസമായില്ലേ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം കുട്ടികളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വരാം. അപ്പയ്ക്ക് കുഞ്ഞമ്മ പോയിക്കോളും. വേഗം പോവാ. ഹലോ ലതേ, ഇത് മീരയാണ്. ഞങ്ങളുടെ അവിടെ കുഞ്ഞമ്മ ഉണ്ടോന്നൊന്ന് നോക്കോ? ലത കണ്ടോ? കുഞ്ഞമ്മ പോണ കണ്ടോ? അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ. വൈകുന്നേരം അമ്മയ്ക്ക് എത്തും. ഓക്കെ. രക്ഷപ്പെട്ടു. അങ്ങനെ കുഞ്ഞമ്മ പോയി. രമേശ് ഏട്ടാ, ദേ കുഞ്ഞമ്മ. ഈശ്വര, വീണ്ടും വന്നു. കുഞ്ഞമ്മ മാത്രല്ല, എൻ്റെ നാത്തൂനും നിന്റെ അമ്മാവനും വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടല്ലേ? പിടിച്ചോ. അല്ല മീരെ, ഇവിടെ ഇപ്പൊ എന്തുണ്ടായേ? ഒരാള് പോയി, 3 ആള് വന്നു. അതപ്പോൾ ഉണ്ടായി. ആരോടെ രാവിലെ തന്നെ ലേറ്റ് കിട്ടിച്ചത്? രാത്രി ഓഫാക്കാൻ മറന്നു. അമ്മ ഇന്ന് രാവിലെ തന്നെ സ്റ്റോർ റൂമിൽ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. അമ്മായിക്ക് രാവിലെ എണീച്ച എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഗ്യാസ് കയറും. അമ്മായിക്ക് ഭയങ്കര വിശപ്പ്. രാവിലെ 2 ലഡും 2 പഴവും 2 നുറുക്കും ഞാൻ കഴിച്ചു. ബാക്കി ഇതാ ഒരു ലഡു. എന്റെ അമ്മായി ലഡു കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വെച്ചതാ സ്കൂളിലേക്ക്. രമേശ് ഏട്ടനാണെങ്കിൽ രാവിലെ പഴം മാത്രം കഴിക്കുന്നു. ഈ അമ്മായിയുടെ ഒരു കാര്യം. എന്തിനങ്ങനെ പിസ്കത്തരൊക്കെ കാണിക്കണത്? നിനക്ക് കുറച്ച് നല്ലോണം മേടിച്ചു വെച്ചൂടെ? രമേശിന് നല്ല വരുമാനമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ എന്തിനാ ഒരു മുറുക്കായിട്ട് ബാക്കി വെച്ചേക്കണത്? മുഴുവൻ കഴിച്ചോ. മീരെ, നീ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട. എല്ലാവർക്കും ഉള്ള കഞ്ഞിയും പയറും അമ്മായി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മായിനോട് പറ കഞ്ഞിയും പയറും വെക്കാൻ പറഞ്ഞത്. എന്നോടൊന്ന് ചോദിക്കണ്ടേ? ഒക്കെ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ആരും ഇവിടെ കഴിക്കില്ല. കുഞ്ഞമ്മയ്ക്ക് ഏട്ടന് എനിക്കൊക്കെ കഞ്ഞിയും പയറും ഇഷ്ടം. ഇന്ന് കഞ്ഞിയും പയറും കഴിച്ചാൽ മതി. കഞ്ഞിയും പയറും കഴിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോലില്ല. അത് നിങ്ങൾ 3 ആളും കൂടിയിട്ട് കഴിച്ചാൽ മതി. ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ഞാൻ മീരയുടെ വകയിലുള്ള ഒരു അമ്മായിയാ. നമ്മുടെ രമേശന്റെ ഭാര്യയുടെ അല്ലേ? രമേശന്റെ ഭാര്യയുടെ. കേറി വരൂ. ഞാൻ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അത് നന്നായി. ഞാൻ വരുമ്പോ നിർമ്മലയുടെ വീട്ടിൽ കയറി. എന്താ അവരുടെ തണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും തന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇങ്ങനത്തെ ആൾക്കാരല്ല, നല്ല ആൾക്കാരാണ്. എല്ലാവരുടെയും സ്വഭാവം ഒരേ മാതിരി ആവില്ലല്ലോ. ഞാൻ പോട്ടെ, അടുത്ത വീട്ടിൽ പോണം. നോക്കേ, ഇങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. ഹലോ, ഞാൻ രമേശന്റെ ഭാര്യന്റെ വകയിലുള്ളൊരു അമ്മാവനാണ്. ഇവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലേ. ഞാനിത് പരിചയപ്പെടാൻ വന്നതാ. വളരെ സന്തോഷമുണ്ട്. അല്ല, ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവില്ലേ? ഞങ്ങൾ ഇപ്പോഴൊന്നും പോവില്ല. അയ്യോ, ഞാൻ അപ്പുറത്ത് പൈപ്പ് തുറന്നിട്ടുണ്ട്. അത് പൂട്ടിയിട്ട് ഞാൻ ഇപ്പോൾ വരാം.
അപ്പൊ ശരി കേട്ടോ, പിന്നെ കാണാം. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. രമേശ് ഏട്ടാ, ഈ കുഞ്ഞമ്മന്റെ അമ്മായിയുടെ മുന്നിൽ വെച്ചിട്ട് വെറുതെ അടിച്ചു. അടിക്കേ, കുറച്ച് ദിവസമായത് കുഞ്ഞമ്മനെ കാണിച്ചു കൊടുക്കാം. വേണ്ട രമേശ് ഏട്ടാ. ഞങ്ങളിക്കടി കുഞ്ഞമ്മേ, കുറെ ദിവസമായി നിങ്ങളെ കാണിച്ചു തരാം. രമേശ് ഏട്ടാ, കുഞ്ഞമ്മേനോടാണോ കളി? കുഞ്ഞമ്മ കളി പഠിപ്പിക്കും. അയ്യോ മീരെ, മൂത്രം പോണില്ല. കുഞ്ഞമ്മ പഴയ കളരിയാ. ഞാൻ പറയണത് മുഴുവൻ കേൾക്കാണ്ട് എന്തിനാ കുഞ്ഞമ്മേടെ അടുത്തേക്ക് ഓടിയേ? എന്താ പ്രസിഡന്റ് ഈ രാത്രിയില് മീരേന്റെ അമ്മാവനോട് വന്ന് പ്രസിഡന്റിന്റെ പേഴ്സിന്ന് 500 രൂപ എടുത്തുന്നോ? എപ്പോഴാ മീരേന്റെ അമ്മാവനോട് വന്നേ? ആണോ? എങ്ങനെയത് പ്രസിഡന്റിന് മനസ്സിലായത്? CCTV കണ്ടുവോ? എന്റെ പ്രസിഡന്റ് ഗ്രൂപ്പിലൊന്നിട്ട് നാറ്റിക്കല്ലേ, പൈസ ഞാൻ തരാ. അല്ല, മീര ഉറങ്ങി. ഇനിയിപ്പോ മീരേനോടൊന്നും പറയാൻ നിൽക്കണ്ട, പൈസ തന്നോളാം. ശരി ശരി പ്രസിഡന്റെ. എന്ത് കഷ്ടത്. അമ്മ, ഇന്നെന്താ സ്നാക്സ് ബോക്സില് ആപ്പിൾ വെക്കാനേ? അമ്മ ആപ്പിൾ വെച്ചിട്ടുണ്ടല്ലോ. ഇല്ല, വെച്ചില്ലേന്ന്? വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. രമേശ് ഏട്ടാ, രമേശ് ഏട്ടൻ അങ്ങനെ മാളുവിന്റെ സ്നാക്ക് ബോക്സ് മാറിക്കൊണ്ടുപോയോ? അച്ഛൻ എന്റെ ആപ്പിൾ കഴിച്ചോ? അതിന് ഞാൻ സ്നാക്സ് കൊണ്ടുപോയിട്ടില്ലല്ലോ. ആപ്പിൾ അമ്മായി കഴിച്ചു, കുട്ടി ഒരു ദിവസം കഴിച്ചില്ല ചേട്ടാ, ഒന്നും വരാൻ പോലില്ല. അല്ല നാത്തൂനെ, എനിക്കെന്താ ആപ്പിൾ തരാഞ്ഞേ? കുഞ്ഞമ്മയ്ക്ക് അമ്മയ്ക്ക് നിങ്ങളെ വീട്ടിൽ പോക്കൂടെ? കുട്ടിക്ക് വരെ മനസ്സിലായി. ഞാൻ കുറെ കാലമായി ആപ്പിൾ കഴിച്ചിട്ട്. ഹലോ ലതേ, ഇത് മീരയാണ്. എൻ്റെ ലതയൊന്നും പറയണ്ട. ഞങ്ങൾ ഈ കുഞ്ഞമ്മേനെ അമ്മാവനെ അമ്മായിനെ കൊണ്ട് കുടുങ്ങി. ഞാനും രമേശ് ഏട്ടനും കൂടി പഠിച്ച പണി 18 നോക്കി. ഇവർ 3 പോവുകയില്ല. നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് കൊള്ളാം. ഇത് ചിലപ്പോൾ പൊളിക്കും. അമ്മായി, ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? രമേശ് ഏട്ടനെ ഓഫീസിൽ നിന്ന് തല കറങ്ങി വീണു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞേ രമേശ് ഏട്ടന് എന്തോ മാരകമായിട്ടുള്ള അസുഖമാണ്. എന്താ രമേശന്റെ അസുഖം? രമേശ് ഏട്ടനെ കുഞ്ഞമ്മേ, ഇവിടെ ഇനി നിന്നാ ശരിയാവില്ല. എത്രയും വേഗം നമുക്ക് രക്ഷപ്പെടണം. എന്താ അത്ര പ്രശ്നം? രമേശന് മാരകമായിട്ടുള്ള അസുഖാണ്. ആ, നിങ്ങൾ പോവാണോ? അതെ, ഞങ്ങൾ പോവാണ്. അതെന്താ പെട്ടെന്ന് പോണേ? അതെ, രമേശന് മാരക അസുഖാണ്. എന്താ രമേശിന് അസുഖം? പ്രസിഡന്റിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. അറിഞ്ഞോ പ്രസിഡന്റ്? രമേശിനെ. ആർക്ക്? നമ്മളെ രമേശനോ? ആ അതെ, നമ്മുടെ രമേശന്. അയ്യോ, കഷ്ടായി പോയിട്ടാ, പാവം രമേശൻ. പ്രസിഡന്റ് വേഗം ഗ്രൂപ്പിലിട്ടോ. അല്ല, ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പിലിട്ടേക്കാം. രമേശ, ക്ഷീണാവും അല്ലേ? ഇന്ന് ബൈക്ക് എടുത്തിട്ടില്ല ജോലിക്ക്, അതിന്റെ ഒരു ക്ഷീണമുണ്ട്. അല്ല ചേച്ചി എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ല, രമേശൻ പോയി വിശ്രമിച്ചോളൂ. എന്നാ ശരി ഏട്ടാ. ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം തരുമോ? രമേശിനോ? ഇവിടെ വെള്ളമൊന്നുമില്ല, പൊക്കോ. ഇതെന്ത് ചേച്ചിക്ക് പറ്റിയേ?
നാട്ടുകാർക്കൊക്കെ എന്താ പറ്റിയത്? മീരെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി താ, ഭയങ്കര ക്ഷീണം. രമേശ് ഏട്ടാ ഒരു മിനിറ്റ് പോവല്ലേ? ഞാനൊന്ന് കുളിക്കട്ടെ. രമേശ് ഏട്ടാ കുഞ്ഞമ്മ അമ്മാവനും അമ്മായിയൊക്കെ പോയി, ഇനി അവര് വരില്ല. പോയോ? സത്യാണോ? എങ്ങനെ? എന്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് അവര് ഓടി. മീരെ നീ കൊള്ളാലോ, നീ എങ്ങനെ അവർ ഓടിച്ചേ? ഞാൻ അപ്പുറത്തെ വീട്ടിലെ ലതയായിട്ട് സംസാരിക്കായിരുന്നു. ലതയാണ് എനിക്ക് ഐഡിയ പറഞ്ഞത്. രമേശ് ഏട്ടനെ ഓഫീസിൽ നിന്ന് തലകറങ്ങി വീണു. എന്നിട്ട് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു രമേശ് ഏട്ടൻ എന്തോ മാരകമായിട്ടുള്ള അസുഖമാണ്. അങ്ങനെ പറഞ്ഞാൽ മതി ലത പറഞ്ഞു. ഞാനിത് പറഞ്ഞ വഴിക്ക് കുഞ്ഞമ്മയും അമ്മാവനും അമ്മായിയൊക്കെ പേടിച്ചോടി. മീര നിന്റെ സൂത്രം അടിപൊളിയായിട്ടുണ്ട്. അല്ല മീരെ, നീ എന്താ അസുഖം പറഞ്ഞത്? കോവിഡ് ആണോ അസുഖം പറഞ്ഞത്? ഈ കോവിഡ് ഒന്നല്ല, ഞാൻ രമേശ് ഏട്ടനെ എയ്ഡ്സ് ആണോ പറഞ്ഞത്. എയ്ഡ്സോ? മീരെ, എയ്ഡ്സ് എന്താ നിനക്കറിയോ? നിനക്ക് വല്ല ബോധമുണ്ടോ? ആകെ നാണക്കേടായി. കുറ്റല്ല നാട്ടുകാർ എന്നെ കളിയാക്കിയത് വരുമ്പോ. പ്രസിഡന്റെ, അല്ല പ്രസിഡന്റ്, നിങ്ങൾ എന്ത് പണിയായി കാണിക്കണേ? രമേശ, ഞാനെന്താ കാണിച്ച്? അതെ പ്രസിഡന്റ്, എനിക്ക് എയ്ഡ്സ് ഇല്ല. അല്ല രമേശ, എനിക്ക് എയ്ഡ്സ് ഇല്ലേ? അതെന്റെ ഭാര്യയ്ക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ആ കുഞ്ഞമ്മേനെ മറ്റേ ബന്ധുക്കളെയൊക്കെ ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭാര്യ വെറുതെ ഒരു നുണ പറഞ്ഞതാ. പ്രസിഡന്റ്, നിങ്ങൾ ഈ കാളെ പെറ്റൂന്ന് നിൽക്കുമ്പോഴേക്കും കയറെടുക്കരുത്. നിങ്ങൾ ഗ്രൂപ്പിലിടുന്നതിന്റെ മുന്നേ എന്നോട് ചോദിക്കേണ്ട സത്യം എന്താന്ന്? അയ്യോ, ഒരു അബദ്ധം പറ്റിയതാ, അതിപ്പോ ശരിയാക്കി തരാം. ഹലോ, ഞാൻ പ്രസിഡന്റാണ്. നമ്മുടെ രമേശിന് എയ്ഡ്സ് ഒന്നുമില്ല. ഇനി ധൈര്യമായിട്ട് രമേശിനെ എല്ലാവർക്കും വീട്ടിൽ കയറ്റാം. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, രമേശൻ ധൈര്യമായിട്ട് പോയിക്കോ. രമേശ് ഏട്ടാ, എയ്ഡ്സ് എയ്ഡ്സ് ദാ